ഹായ്. അപ്പം ഞമ്മക്കേ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കിയാലോ? ഇന്നിപ്പോൾ അതാട്ടോ ഞാൻ ഉച്ചക്ക് ചോറും ചാറും ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേന്നു. അതുകൊണ്ട് വൈകുന്നേരത്താണ് ഇപ്പോൾ ഇന്നത്തെ ആ പണികളൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ നട്ട തെങ്ങിൻ തൈ ഉണ്ടായിന് ട്ടോ. അപ്പോൾ അതിൽ വെള്ളം ഒഴിക്കാനുണ്ടായി. അതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാ നേരെ അടുക്കളയ്ക്ക് പോകുന്നതാണ്. ഞാൻ അതിൻ്റെ മേലെ എന്തോ ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചതാ നാസിമോന് നേരെ അതിൻ്റെ മേലെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് എല്ലും കുറച്ച് ഇറച്ചിയും വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ എല്ലൊന്ന് വേവിച്ച് വെക്കുകയാണ് ഫസ്റ്റ് തന്നെ. അപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, അതേപോലെ തന്നെ പൊടികളായിട്ട് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ബീഫ് മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 2 മണി ഉലുവ, കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഉറ്റിക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇന്ന് എടുക്കാനല്ല കേട്ടോ, ഇത് ഞാൻ വേവിച്ച് വെക്കുകയാണ്. നാളെ രാവിലെ കപ്പപ്പുഴുക്ക് എല്ലും കപ്പയും കൂടെ ഉണ്ടാക്കൂലേ, അതിന് വേണ്ടിയിട്ട് അതൊന്ന് വേവിച്ച് വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറച്ചി എടുത്തിട്ട് അടുത്ത കുക്കറിൽ വെക്കുന്നുണ്ട്. ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് വെക്കാനുള്ള നേരമൊന്നുമില്ല. രാത്രിക്കത്തേക്ക് ആയതുകൊണ്ട് തന്നെ വേഗം പരിപാടികളൊക്കെ അങ്ങോട്ട് തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വൈകുന്നേരത്തെ ആ ഒരു മഗ്‌രിബിൻ്റെ സമയത്ത് നമുക്കൊരു ചായ കൂടി ഉണ്ടല്ലോ, ആ ചായ കൂടി അങ്ങോട്ട് കുടിച്ചിട്ടില്ലേനു. അതങ്ങോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു ജാതിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അതും പുഴുങ്ങിയതും ചായയും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിലൊന്ന് പഴം ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മറ്റേ കുക്കറിലേക്ക് ഇറച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അതേപോലെ തന്നെ തക്കാളി, ഉള്ളിയും സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കറിക്കുള്ളത് പൊടി ഞാൻ ചൂടാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ വേണ്ട പൊടികളൊക്കെ ഒന്ന് ഇട്ടിട്ട് അതൊന്ന് വെളിച്ചെണ്ണയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടാണ് കേട്ടോ ഞാനത് ചേർക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മളെ പഴം വെന്തിട്ടുണ്ടായിരുന്നു. നാസിമോന് ഓൻ ഒറ്റക്ക് പഴം തോല് പൊളിച്ചോളാന്ന് പറഞ്ഞിട്ടാണ് ആ കരയുന്നത്. ഞാൻ തോല് പൊളിച്ച് കൊടുത്തതേ ഓനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അതിനാണ് അതിൻ്റെ മേലെ നിന്ന് കരയുന്നത്. അപ്പോൾ ഇതാക്കണ നമ്മളെ പൊടികളൊക്കെ ചൂടാക്കി വെച്ചത് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ടിച്ചിട്ട് നല്ലോണം ഒന്ന് കൈവച്ച് കുഴച്ചങ്ങോട്ട് എടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതും ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇവനക്ക് ഞാനിവിടെ എന്തോ മല മറക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് ഓൻ അതിൻ്റെ മേലെ ഇങ്ങനെ കയറി നിന്ന് നോക്കുന്നത്. അപ്പോൾ അതാട്ടോ കറിയും ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എല്ല് വെന്തപ്പോൾ ഞാൻ അതൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് തൊടൂല കേട്ടോ. ഇനിയിപ്പോൾ നാളെ രാവിലെയാണ് അതുകൊണ്ടുള്ള പരിപാടിയൊക്കെ. പിന്നെ അതാ ഞാൻ ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമ്മളെ കറിയും ഒന്ന് വറവിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചൊരു കറിയാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതാ ചോറും ഉച്ചക്ക് വെച്ചിട്ടില്ലേ, അപ്പോൾ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായി. ഇന്ന് അതും വേഗം ഒന്ന് കുക്കറിൽ അങ്ങോട്ട് വറ്റിക്കാമെന്ന് വിചാരിച്ചിട്ട് അതും ഒന്ന് വറ്റിക്കുന്നുണ്ട്. കുക്കർ കണ്ടുപിടിച്ച് എന്തായാലും കോണായിപ്പോയില്ലേ. ഞാൻ വേഗം കുറച്ച് നെയ്ച്ചോറും കൂടെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഓരോരുത്തരും ഉറങ്ങാനുള്ള പരിപാടിയാണ്. പിന്നെ എല്ലാവരും അപ്പോഴത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞങ്ങളെല്ലാവരും കൂടെ ചൂടോടുകൂടി തന്നെ അങ്ങോട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഞങ്ങൾ വേഗം കേട്ടോ എല്ലാം ചട്ടിയും ചെമ്പും അടക്കം മേശമ്മ കൊണ്ടുവച്ചാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഇതാ ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ പിന്നെ കാണാം.